അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ് നിങ്ങൾക്ക് ആ നവകേരള സദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇപ്പം കുറച്ച് വിടല് കൂടിയാണ് അല്ലേ അങ്ങനത്തെ ഒരു വർത്താനം. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇത്തരമൊരു അധപ്പതനം വരുന്നത് മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ വഴക്കും ജനത്തിന് വേണ്ടിയാ, നമുക്ക് വേണ്ടി അല്ല. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. നിങ്ങള് അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ, നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മർദ്ദിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണെന്ന്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ മഹാരാജാവല്ല എന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. പോളിടെക്നിക് അതേടോ രാഷ്ട്രീയം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.